നമസ്കാരം. ഇസ്രയേലിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ അത് ഈ ഇസ്രയേൽ ഹമാസ് വിഷയം തുടങ്ങിയ സമയം മുതൽ തന്നെ വാർത്തയാകുന്നുണ്ട്, ചർച്ചയാകുന്നുണ്ട്. അമേരിക്ക ഇസ്രായേൽ എന്ന രാജ്യത്തിനും ആ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നീക്കങ്ങൾക്കും ഒപ്പമാണ് എന്നും പറഞ്ഞ പലസ്തീൻ ജനതയെ അങ്ങനെ മാറ്റി നിർത്തുന്നൊന്നുമില്ല. പക്ഷേ ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹമാസ് എന്ന IS മറ്റൊരു മുഖം കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകനാണ്, അദ്ദേഹം പറയുന്നത് കേട്ടു. IS എന്തുകൊണ്ട് ഇസ്രായേലിൽ ഒന്നും ചെയ്യുന്നില്ല? ISന് വേണ്ടി ഹമാസ് അവിടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇസ്രായേൽ ജനതയും ഇസ്രായേൽ എന്ന പരമാധികാര രാഷ്ട്രത്തെയും ഇല്ലാതാക്കാൻ, ഫലസ്തീന്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ISന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഹമാസ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നതിന് ശേഷമുള്ള അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയമായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഹമാസിനോട് എത്രയും പെട്ടെന്ന് ഇസ്രായേലി ബന്ദികളെ ഇസ്രായേലിന് വിട്ടു നൽകാനും അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിപ്പിക്കാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ജോ ബൈഡൻ എന്ന വ്യക്തിയെ പോലെയല്ല. ജോ ബൈഡൻ അവസാനം ഇത്തിരി ഓർമ്മക്കുറവും ഇത്തിരി ബുദ്ധി സ്ഥിരതയില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രായം ഉണ്ടായിരിക്കും. പക്ഷേ ഡൊണാൾഡ് ട്രംപ് സാധാരണ ലോക നേതാക്കളെ പോലെയല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നയാളാണ്. അതായത് അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇറാനല്ല, വേറെ ഏത് രാജ്യം, തുർക്കിയല്ല, ഏത് രാജ്യവും ഹമാസിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫലസ്തീനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കോ പിന്തുണ പ്രഖ്യാപിച്ചാൽ അമേരിക്ക തകർക്കും എന്ന് പറഞ്ഞാൽ തകർക്കും. അതിനുള്ള ശേഷി ഡൊണാൾഡ് ട്രംപിനുണ്ട്. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്യും. ഇന്ത്യയുടെ നിലപാട് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇവിടെ ഫലസ്തീൻ അനുകൂല റാലികളൊക്കെ തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. സന്തോഷം. തീർച്ചയായിട്ടും ഫലസ്തീനിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനതയ്ക്കൊപ്പം തന്നെയാണ് ഇന്ത്യ. തീർച്ചയായിട്ടും ഫലസ്തീന് ധാരാളം സഹായം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഭാരതം. ഫലസ്തീൻ ജനതയ്ക്കെതിരെയല്ല, അവിടുത്തെ ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന് എതിരെ. ഈ ഹമാസിനെ പോരാളികൾ എന്നാണ് പൊതുവെ അറബ് രാജ്യങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇവർ പോരാളികളല്ല, അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയുള്ള പോരാളികളല്ല. ശുദ്ധമായ തീവ്രവാദവും ശുദ്ധമായ മതവാദവും ഇരവാദവും ഉന്നയിച്ച് ലോക ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ലോക ജനതയെ ഭിന്നിപ്പിക്കുന്ന, ലോകത്തെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്ന തീവ്ര ഭീകരവാദ ഗ്രൂപ്പ് തന്നെയാണ് ഹമാസ്. അവർക്കാണ് ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. അടങ്ങിയിരിക്കുക, മര്യാദയ്ക്ക് ബന്ധുക്കളെ വിട്ടു നൽകുക. ഇസ്രായേലിന്റെ അടി ഒപ്പം അമേരിക്കയുടെ അടികൂടി കിട്ടിയാൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കുമൊന്നും താങ്ങാനാകില്ല എന്നത് മറ്റൊരു കാര്യം. ലോകത്തു നിന്ന് തീവ്രവാദം ഒഴിഞ്ഞു നിൽക്കണം, മാറി നിൽക്കണം, ഇല്ലാതെയാണ്. അന്താരാഷ്ട്ര മേഖലകളിൽ, ഐക്യരാഷ്ട്ര സഭയിൽ വരെ, സുരക്ഷാ കൗൺസിലിൽ വരെ ഇന്ത്യ ഈ ആവശ്യം പലപ്പോഴും ഉന്നയിച്ചു. ഇന്ത്യ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ആഗോള തീവ്രവാദത്തെ എങ്ങനെ നേരിടണം, എങ്ങനെ തുടച്ചു നീക്കണം എന്നതിനെ കുറിച്ച് വ്യാപകമായി ചർച്ചകൾ സംഘടിപ്പിക്കണം എന്ന ആവശ്യമാണ് പലപ്പോഴായി ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം അതിശക്തമായ ഈ വിഷയത്തിലുള്ള ഇടപെടൽ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം നടക്കും. ഹമാസിനോട് കൃത്യമായി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും. അടി തുടങ്ങിയാൽ, ഒരു ഭാഗത്ത് നിന്ന് അടി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. പിന്നെ ഹമാസും ഇവിടുത്തെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും ഹൂത്തികളും ഹിസ്ബുള്ളകളും ഒക്കെ ബാക്കി കാണില്ല. അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ബാക്കി കാണില്ല. അതായത് നമ്മളൊരു യുദ്ധം ആഗ്രഹിക്കുന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ, ലോക ജനതയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുകയല്ലാതെ മാർഗമില്ല. കാരണം കടന്നലുകളെ തീ വെച്ചല്ലാതെ നശിപ്പിക്കാൻ പറ്റില്ല. ഓരോ കടന്നലുകളെയായിട്ട് പിടിച്ചു കൊല്ലാനും ഓടിച്ചു വിടാനും നമുക്ക് പറ്റില്ല. കടന്നൽ കൂട്ടങ്ങളെ, ഭീകരവാദികളായ ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ളകൾ, കടന്നൽ കൂട്ടങ്ങളെ വലിയ ഒരു അഗ്നിജ്വാലയിലൂടെ മാത്രമേ ചൂട്ടുകരിക്കാൻ സാധിക്കൂ. അത് ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ട് അറിയാം, നരേന്ദ്രമോദിക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ വലിയ കളി കളിച്ചാൽ വിവരമറിയും. ബെഞ്ചമിൻ നെതന്യാഹുവിനും നന്നായിട്ട് അറിയാം. അദ്ദേഹം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ മരണവും കുട്ടികളുടെ മരണവും ഒക്കെ തന്നെ ചർച്ചയാക്കുന്നുണ്ട്, ഇരവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തം ഇസ്രായേലി ജനതയെ രക്ഷിക്കാനാണ് നെതന്യാഹു പലപ്പോഴും ശ്രമിച്ചത്. അതിനെല്ലാവിധ പിന്തുണയും കിട്ടുന്നുണ്ട്.
ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണ പിന്തുണ കൂടി കിട്ടിയിരിക്കുന്നു. ഹമാസും ഹൂത്തിയും ഹിസ്ബുള്ളയും ഒക്കെ നോക്കിയിരുന്നാൽ മതി, പൊടിമോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.